നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം കലക്കൽ, റിപ്പോർട്ടിൽ ദേവസ്വങ്ങൾക്കും കുറ്റപ്പെടുത്തൽ, വിശദമായ അന്വേഷണത്തിന് DGPയുടെ നിർദ്ദേശം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് സംബന്ധിച്ച വിവാദത്തിൽ വിശദമായ അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി S. ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശം. വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന നിഗമനത്തിൽ പോലീസ് മേധാവി എത്തിയത്. പൂരം കലക്കാൻ രാഷ്ട്രീയ താൽപര്യമുള്ളവർ ആസൂത്രിത നീക്കം നടത്തിയതായി ADGPയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടി നിർദ്ദേശിച്ചാണ് പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. കേസെടുത്ത് അന്വേഷിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും. പൂരം കലക്കിയതിൽ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടാണ് ADGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. പൂരം മുടക്കാൻ ശ്രമിച്ച ചിലർ പോലീസ് നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ താല്പര്യമുള്ള ചിലർക്കും ഇതിൽ പങ്കുണ്ടെന്ന് ADGP വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ ഫോൺ കോൾ വിവരങ്ങൾ തെളിവായി റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇത് പരിഗണിച്ചാണ് പൂരം കലക്കലിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം അന്വേഷണത്തിൽ കാലതാമസം വരുത്തിയതിൽ പോലീസ് മേധാവി അതൃപ്തി പ്രകടിപ്പിച്ചതായി സൂചനയുണ്ട്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് CPI നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് തുടരന്വേഷണത്തിന് നീക്കം നടക്കുന്നത്. പൂരദിവസം തൃശൂരിൽ ഉണ്ടായിട്ടും പ്രശ്നം പരിഹരിക്കാതിരുന്ന ADGP തന്നെ വിഷയം അന്വേഷിക്കുന്നതിൽ CPI കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. MR അജിത് കുമാറിന് പകരം മറ്റൊരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യം CPI ഇടതുമുന്നണിയിൽ ഉന്നയിക്കാനിരിക്കുകയാണ്. പൂരം കലക്കലിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്ന ഉറച്ച നിലപാടിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും CPI തൃശൂർ ജില്ലാ നേതൃത്വവും. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനിടെ തൃശൂർ പൂരത്തിന് വർഷങ്ങളായി ഒരുക്കുന്ന ക്രമീകരണങ്ങളിൽ ഇക്കുറി ADGP MR അജിത് കുമാർ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയതായും പോലീസിനുള്ളിൽ തന്നെ സംസാരമുണ്ട്.